നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് തൃശ്ശൂർ രാഗം തിയേറ്ററിലാണ്. രാഗം തിയേറ്ററിന്റെ ഓണറും അതിലുപരി ഒരു പ്രൊഡ്യൂസറും ഡിസ്ട്രിബ്യൂട്ടറുമായ സുനിൽ സാറാണ് നമ്മളോടൊപ്പം ഉള്ളത്. അപ്പോൾ നമുക്ക് സാറിനോട് എമ്പുരാന്റെ റിലീസിനോടനുബന്ധിച്ചിട്ടുള്ള വിശേഷങ്ങൾ ചോദിച്ചറിയാം. നമസ്കാരം സാർ. സാർ, ഇപ്പോൾ രാഗം തിയേറ്ററിന്റെ തന്നെ ഒരു വൈറലായിട്ടൊരു വീഡിയോ ഇപ്പോൾ എടുത്ത് കണ്ടിട്ട് ഗേറ്റ് തുറന്നപ്പോൾ തന്നെ ഒത്തിരി ആരാധകർ ഇടിച്ചു കയറി വന്ന് അവർ വീഴുന്നൊക്കെ ഉണ്ട്. എന്നിട്ടും അവർ കയറി വന്ന് ടിക്കറ്റ് എടുക്കുന്നത്. അപ്പോ മൊത്തത്തിലൊരു ആഘോഷത്തിന്റെ ഒരു മോഡാണ് ചുറ്റുപാടുള്ളത്. സാർ എങ്ങനെയാണ് നോക്കി കാണുന്നത്? വളരെ സന്തോഷത്തോട് കൂടിയിട്ട്, എന്താ പറയാ, വല്ലപ്പോഴും ആണ് നമുക്ക് ഇങ്ങനെ പടങ്ങൾ ധാരാളം കിട്ടുമെങ്കിലും ഇങ്ങനെ ഒരു സൂപ്പർ ഹിറ്റ് റിലീസിന് മുന്നേ തന്നെ വരുന്ന ഒരു അറ്റ്മോസ്ഫിയർ വർഷത്തിലോ അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോൾ ഒരിക്കലേക്കാണ് നമുക്ക് വരിക. ഇപ്പൊ ആ ഒരു സാഹചര്യമാണ് ഇപ്പൊ നമ്മൾ എൻജോയ് ചെയ്തോണ്ടിരിക്കുന്നത്. എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് അതിനു വേണ്ടി നടത്തിയിരിക്കുന്നത് ഇപ്പൊ രാഗം തിയേറ്ററിൽ? പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മള് യൂഷ്വലി ചെയ്യുന്ന കാര്യങ്ങളിൽ വിട്ടിട്ട് ഇപ്പൊ 7 വർഷമായി ഞാനിപ്പോ തിയേറ്റർ എടുത്തിട്ട് റൺ ചെയ്തോണ്ടിരിക്കുന്നു. അപ്പൊ അന്ന് നമ്മൾ യൂസ് ചെയ്തിരുന്ന പ്രൊജക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലാമ്പ് വെച്ച് യൂസ് ചെയ്തിരുന്ന ആ അന്നത്തെ ഒരു ഹൈ എൻഡ് പ്രൊജക്ടർ ആയിരുന്നു. ഇപ്പൊ നമ്മളത് ചേഞ്ച് ചെയ്തു. ഇപ്പോഴത്തെ ഒരു ന്യൂ ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേസറാണ്. ലേസറിന്റെ ക്വാളിറ്റി ഭയങ്കരമായിരിക്കും. അപ്പൊ നമ്മൾ RGB ലേസർ എന്ന് പറയുന്ന ഒരു വെർഷനിലേക്ക് ഇപ്പോൾ വന്നിരിക്കുകയാണ്. അത് ക്രിസ്റ്റി എന്ന കമ്പനി, അതാണ് വേൾഡിൽ തന്നെ ഏറ്റവും ഫേമസ് പ്രൊജക്ടർ മാനുഫാക്ചറിങ് കമ്പനിയുടെ ക്രിസ്റ്റി. ആ ക്രിസ്റ്റി എന്ന കമ്പനിയുടെ 4435 എന്ന് പറയും ഭയങ്കര ഹൈ എൻഡ് വെർഷനാണ്. കോടികൾ വില വരുന്ന ഒരു വെർഷനാണ് അത്. ആ ഒരു വെർഷനാണ് നമ്മൾ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അത് ഇന്ത്യയിൽ തന്നെ എനിക്ക് തോന്നുന്നു വളരെ റയർ ആയിരിക്കും ആ ഒരു പ്രൊജക്ടർ യൂസ് ചെയ്യുന്ന തിയേറ്റേഴ്സ്. കാരണം അതിന് ലെങ്ത് ത്രോ കൂടുതലുള്ള തിയേറ്ററുകൾക്കാണ് അത് കൂടുതൽ. പിന്നെ അതുപോലെ തന്നെ ആ പ്രൊജക്ടർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഹാർക്കനസ് എന്ന് പറയുന്ന കമ്പനിയുടെ ഹ്യൂഗോ എന്ന് പറയുന്ന ഒരു സ്ക്രീൻ, ആക്ച്വലി നമ്മൾ 2 വർഷമായിട്ടുള്ള സ്ക്രീൻ മാറിയിട്ട് അതൊരു 10 വർഷം വരെയൊക്കെ സ്ക്രീൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ എങ്കിലും ഈ ഒരു സ്ക്രീൻ നമ്മൾ വെച്ചാൽ നമുക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടും എന്നുള്ള ടെക്നീഷ്യന്മാരുടെ ആ ഒരു അഡ്വൈസ് നമ്മൾ കണക്കിലെടുത്തിട്ട് നമ്മൾ ആ സ്ക്രീൻ ഇപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പിന്നെ സൗണ്ട് ആളുകൾക്ക് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയി കിട്ടാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് അക്വസ്റ്റിക് അത് നമ്മൾ ചേഞ്ച് ചെയ്യും. പിന്നെ കംഫർട്ടായിട്ട് ഇരിക്കുക, അതാണല്ലോ അടുത്ത് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എല്ലാ ചെയറും നമ്മളിപ്പോൾ പുതിയതായിട്ട് നവീകരിച്ചിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, എല്ലാ വർക്കുകളും ചെറിൻ്റെ ഉള്ളിലുള്ള ഫിനിഷിംഗ് വർക്കുകളെല്ലാം നമ്മൾ വീണ്ടും റെനോവേറ്റ് ചെയ്ത് ഇപ്പൊ എമ്പുരാന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി അടിപൊളി. ഓക്കെ, ഇപ്പോ എത്ര സമയം കൊണ്ടാണ്, എത്ര ഡേയ്സിലാണ് ഈ ടിക്കറ്റ്സ് ഒക്കെ ഫുള്ള് ബുക്ക്ഡ് ആയത്? എത്ര സമയം കൊണ്ടാണ്? ഒന്നുമില്ല, വിത്തിൻ 1 hour ഒരു 2 ദിവസത്തെ ടിക്കറ്റ് 1 hour വേണ്ടി വന്നിട്ടുണ്ടാവില്ല. അതായത് ആക്ച്വലി സംഭവിച്ചെന്താ വെച്ചാല് ഫസ്റ്റ് ബുക്കിംഗ് തുടങ്ങിയ ഒരു അരമണിക്കൂറിനുള്ളിൽ സിസ്റ്റം ജാമായി ബുക്ക് മൈ ഷോന്റെ. അത് ഭയങ്കരമായിട്ട് നമുക്ക് ടെൻഷനായതാണ്. അപ്പൊ ഞാൻ അവരായിട്ട് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്താ വെച്ചാൽ പെർ സെക്കൻഡ് 30,000 ആളുകളാണ് രാഗം തിയേറ്ററിലേക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സൈറ്റിൽ ചെക്ക് ചെയ്തത്. അങ്ങനെ സിസ്റ്റം ഹാങ് ആയി. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് സിസ്റ്റം വീണ്ടും ആയത്. അപ്പൊ ആ ഹാങ് ആയ ടൈമിൽ നമ്മൾ നോക്കുമ്പോൾ കംപ്ലീറ്റ് ബ്ലോക്ക് ആയിരിക്കുകയായിരുന്നു. പിന്നെ വീണ്ടും ആയി കഴിഞ്ഞപ്പോൾ ഒരു 1 hour 2 hourനുള്ളിൽ നമുക്ക് ഏകദേശം ഒരു 3 ദിവസത്തെ ടിക്കറ്റ് കവറായി പോയി. പിന്നെ ഒരു ദിവസം, അതായത് 24 hour കഴിയുമ്പോഴേക്കും നമുക്ക് ഓൾമോസ്റ്റ് ഒരു 5 days ടിക്കറ്റ് കവറായി. അപ്പൊ 5 days കവർ ആയപ്പോ തന്നെ ഞാൻ നെക്സ്റ്റ് വീക്കും കൂടി ഓപ്പൺ ചെയ്തിട്ടു. ഇപ്പൊ 9-ാം തീയതി, അതായത് 14 ദിവസത്തെ ടിക്കറ്റുകൾ ഇപ്പൊ നിങ്ങൾക്ക് തന്നെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഓൾമോസ്റ്റ് ഫുള്ളാണ്. ലാസ്റ്റ് ഡേറ്റ്സിൽ മാത്രം കുറച്ച് ബാലൻസ് ഉണ്ടെങ്കിലേ ഉള്ളൂ, ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് ഫുള്ളാണ്. അപ്പോൾ ഈ 14 ദിവസത്തെയും ഫുള്ളായപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നൈറ്റ് ഷോ, പുലർച്ചെ ഷോ, ആ ഒരു ഷോയും കൂടി വെച്ചു. നമ്മൾ ആ ഒരു ഷോയും കൂടി വെച്ചപ്പോ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. കാരണം പുലർച്ചെ 4 മണിക്കൊക്കെ ഫസ്റ്റ് ഷോ എന്നുള്ളൊരു ക്രൈസ് ഉണ്ട് ആളുകൾക്ക്. പക്ഷെ ഒരു 27-ാം തീയതി ഫസ്റ്റും സെക്കൻഡും തേർഡും കഴിഞ്ഞതിന് ശേഷം ആളുകൾ വരുമെന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. പക്ഷേ പുലർച്ചത്തെ ഷോ ടിക്കറ്റ് ഇട്ടിട്ട് 1 hourനുള്ളിൽ 50% കവറായി. അപ്പൊ എനിക്ക് നല്ല ധൈര്യമായി. ഞാൻ 3 ദിവസത്തേക്ക് ഇപ്പൊ പുലർച്ചെ ഷോ നമ്മളിപ്പോ ചെയ്തിട്ടുണ്ട്. അതിനാണ് ഇപ്പൊ കൂടുതൽ എൻക്വയറി വരുന്നത്. കാരണം അതിന് ടിക്കറ്റ് അവൈലബിൾ ആണെന്നുള്ള ആളുകളുടെ ഒരു അവര് ചെക്ക് ചെയ്തോണ്ടിരിക്കുക. എന്നെക്കാൾ കൂടുതൽ ആളുകൾ ചെക്ക് ചെയ്യുന്നുണ്ട് ഏതാണ് അവൈലബിൾ എന്നുള്ളത്. പിന്നെ ധാരാളം സ്ഥാപനങ്ങൾ, ഞാനിപ്പോ യൂട്യൂബിൽ കുറെ വീഡിയോസ് കണ്ടു, സ്ഥാപനങ്ങൾ വന്നിട്ട് ഞങ്ങൾക്ക് ടിക്കറ്റ് ഒന്നിച്ച് വേണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മള് 2-3 സ്ഥാപനങ്ങൾക്കൊക്കെ ടിക്കറ്റ് കൊടുത്തു. അവരെല്ലാം ഇപ്പൊ യൂട്യൂബിൽ ഞങ്ങൾ രാഗത്തിന്റെ ടിക്കറ്റ് ഞങ്ങളുടെ കയ്യിലുണ്ട്, അത് ഫസ്റ്റ് ഡേ ഒന്നും അല്ല കേട്ടോ, പിന്നത്തെ ഡേയ്സിന്റെ ആണ്, ഞങ്ങളുടെ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്താൽ
ഞങ്ങൾ ടിക്കറ്റ് തരാം എന്ന് പറഞ്ഞിട്ടുള്ള ബാർഗൈനിങ് ആണ് ഇപ്പൊ നടക്കുന്നത്. അതെ, അപ്പൊ അതൊക്കെ കാണുമ്പോ സത്യത്തിൽ നല്ല ഒരു എൻജോയ്മെന്റ് മൂഡാണ് തീർച്ചയായിട്ടും. അപ്പൊ മൊത്തത്തിൽ എത്ര ഷോ ആണ് വെച്ചിട്ടുള്ളത്? അപ്പൊ 24 hours നമ്മള് 6 ഷോ ആണ്. 6 ഷോ എന്ന് പറയുമ്പോ മൊത്തത്തില് അതായത് നമുക്ക് പടം 3 hours വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇന്റർവെല്ലിൽ ഒരു 15 minutes വരും. പിന്നെ അതിന്റെ ആളുകൾക്ക് വന്നു പോവാനുള്ള ഒരു ടൈമിംഗ് ഒരു 50 minutes വേണം. കർട്ടൻ റൈസിംഗ് ഉണ്ട്, അത് നമ്മുടെ തിയേറ്ററിന്റെ ഒരു എസ്പെഷ്യലി എക്സ്ക്ലൂസീവ് ആയിട്ട് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്. അപ്പൊ അതൊരു 5 minutes വേണം. അപ്പൊ എല്ലാം കണക്കാക്കിയിട്ട് നമുക്കൊരു 3.5-3.25 മണിക്കൂർ നമുക്ക് ആ ഗ്യാപ്പ് വേണം. പിന്നെ ഇവിടെ ട്രാഫിക്, അത് ഭയങ്കര ടെൻഷനാണ്. അതായത് പടം വിടുമ്പോ റൗണ്ട് എപ്പോഴും പോലീസുകാർ നമ്മളെ വിളിച്ച് എപ്പോഴും വാൺ ചെയ്യുന്നതാണ്. എപ്പോഴും റൗണ്ട് ബ്ലോക്ക് ആവുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കരുത്, മറ്റുള്ള പബ്ലിക്കിന്റെ ഒരു ബുദ്ധിമുട്ട് വരരുത്. അപ്പൊ ഇപ്പൊ നമ്മൾ വീണ്ടും വേറൊരു പാർക്കിങ്ങും കൂടി ഇപ്പൊ അറേഞ്ച് ചെയ്ത് ആ ഒരു ക്രൈസിസും കൂടി നമ്മളിപ്പോ കവർ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ സാർ ഇപ്പോ സാറ് ഒരു തിയേറ്റർ ഓണർ മാത്രമല്ല, ഒരു പ്രൊഡ്യൂസറാണ്, അതിലുപരി ഒരു സിനിമ ആസ്വാദകനാണ്. അപ്പൊ സാറിന്റെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ് ഈ നമ്മുടെ എമ്പുരാന്റെ മീതിയുള്ള എക്സ്പെക്ടേഷൻ എന്ന് പറയുമ്പോൾ, ലാലേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്കെല്ലാം ഫെമിലിയർ ആണ്, നല്ലൊരു നടനാണ്. ഈ നല്ല നടൻ എന്നുള്ളതിലുപരി നല്ലൊരു കഥ അല്ലെങ്കിൽ നല്ലൊരു ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ അത് അദ്ദേഹം എങ്ങനെ കൈകാര്യം ചെയ്യുന്നുള്ളത് എല്ലാവർക്കും നന്നായി അറിയുന്ന ഒരു കാര്യമാണ്. അതിന്റെ കൂടെ പൃഥ്വിരാജ് എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ന്യൂജൻ കുട്ടികൾ ഇഷ്ടപ്പെടുന്ന തരത്തിൽ ഡയറക്റ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു ആർട്ടിസ്റ്റും ഡയറക്ടറും കൂടിയിട്ടുള്ള വ്യക്തിയുടെ ഒരു കോമ്പിനേഷൻ കൂടി വരുമ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതൊരു ഹിറ്റ് അല്ല, ഇപ്പൊ തന്നെ അത് ഹിറ്റ് എന്നുള്ളതിലുപരി എന്ത് പറയണമെന്ന് എനിക്ക് പറ്റുന്നില്ല. കാരണം GCC ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ അടുത്ത് നിന്ന് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ പ്രകാരം ഏകദേശം ഒരു 45 കോടി രൂപയുടെ അടുത്ത് എന്ന് തോന്നുന്നു അവിടെ ബിസിനസ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്, അഡ്വാൻസ് ബിസിനസ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു 3-4 ഇരട്ടിയാണ് സ്വാഭാവികമായിട്ടും നമ്മുടെ കേരളത്തിലൊക്കെ വരിക. യൂഷ്വലി ഞാനൊരു GCC ഡിസ്ട്രിബ്യൂട്ടർ ആണ്, അപ്പൊ എനിക്ക് അതിനെ പറ്റി അറിയാം. അപ്പൊ ദുബായിൽ എത്ര പോകുന്നുണ്ടോ അല്ലെങ്കിൽ ഓൾ വേൾഡ് ഇന്ത്യ കഴിഞ്ഞ് പോകുന്നുണ്ടോ അതിന്റെ ഒരു 4 ഇരട്ടി വരെ കേരളത്തിൽ സ്വാഭാവികമായിട്ടും വരും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ വരുന്ന എത്ര കോടിയാണ് എന്നുള്ളത് ബിസിനസ് നമുക്ക് പ്രവചിക്കാൻ പറ്റും. അതാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ. അപ്പോ ഇത് തിയേറ്റർ വ്യവസായത്തിനെ കുറച്ചുകൂടി നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. അതായത് ഇപ്പൊ ഈ അടുത്ത കുറച്ച് പ്രശ്നങ്ങളൊക്കെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും സമരത്തിലാണെന്നൊക്കെ നമ്മൾ കേട്ടിരുന്നു, കുറച്ച് ന്യൂസ് ഒക്കെ വന്നിരുന്നു. സമരത്തിലേക്ക് പോകുന്നു എന്നുള്ളൊരു ന്യൂസ് ഒക്കെ വന്നിരുന്നു. അപ്പോ ആ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ ഈ എമ്പുരാനൊക്കെ വരാൻ പോവാണ്. അപ്പൊ ഈ എമ്പുരാൻ എത്രത്തോളം പ്രതീക്ഷ നൽകുന്നുണ്ട് മൊത്തത്തിൽ? തിയേറ്റർ വ്യവസായം മാത്രമല്ലല്ലോ, എമ്പുരാൻ ഒരു സിനിമ വരുമ്പോ ഇപ്പൊ രാഗം തിയേറ്ററിൽ ഒരു പടം കളിക്കുമ്പോ രാഗം തിയേറ്ററിലേക്ക് മാത്രമല്ല അതിന്റെ ഇൻകമോ ബെനിഫിറ്റോ വരുന്നത്. ബസ് ആളുകൾ വരുന്നു, ഓട്ടോ, അതല്ലെങ്കിൽ ബൈക്ക്, ഇതിലൊക്കെ വരുമ്പോ ഒരു പെട്രോൾ പമ്പ് മുതല് ഇത് നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് എത്രയോ വ്യവസായങ്ങൾ, ഒരു എന്താ പറയുക, ഇതിന്റെ മുമ്പിലുള്ള ഒരു കപ്പലിന്റെ കച്ചവടക്കാരൻ മുതല് ഈ ഭാഗത്തുള്ള കടക്കാര്. പണ്ട് രാഗം തിയേറ്റർ അടഞ്ഞു കിടന്നിരുന്ന ഒരു സന്ദർഭത്തില് ഇവിടെയുള്ള കടക്കാരൊക്കെ പറയാറുണ്ട് ഈ ഭാഗം ഉറങ്ങിക്കെടുക്കാണ്. അപ്പൊ ഒരു പബ്ലിക് ക്രൗഡ് വരുമ്പോ അത് എല്ലാ ബിസിനസ്സിനെയും അത് പോസിറ്റീവാണ്. ഇപ്പൊ ഇവിടുത്തെ ഫാൻസ് പറയുന്നുണ്ട് ഞങ്ങളെല്ലാവരും നാളെ ബ്ലാക്ക് ഷർട്ട് ഇടാ വരുന്നത്. അപ്പൊ ഇവിടെ മുനിസിപ്പൽ സ്റ്റാൻഡിലൊക്കെ ഇപ്പൊ എല്ലാവരും പറയുന്നുണ്ട് കടകളിൽ കംപ്ലീറ്റ് ഇപ്പൊ ബ്ലാക്ക് ഷർട്ടാണ്. കാരണം ചുരുങ്ങിയത് ഒരു 1000 ആള് ആദ്യത്തെ ദിവസത്തെ ഷോന് ഇവിടെ എത്തും. അപ്പൊ 1000 ഷർട്ട്, ഇതൊന്നും നമുക്ക് അറിയാൻ പറ്റുന്നില്ല. ഇതൊക്കെ ബിസിനസ് ഡെവലപ്മെന്റ് ആണ്. അത് തൃശ്ശൂർ ഇത്രയും ഉണ്ടെങ്കിൽ ഇതുപോലെ കേരളത്തിലെ എത്ര സ്ഥലങ്ങളിൽ അത്രയും ബിസിനസ്സിന് മൊത്തം ഒരു ഉണർവാണ് എല്ലാവർക്കും. ഈവൻ ഇപ്പൊ നിങ്ങൾ ചാനലുകാർ ഇവിടെ വരുന്നത് തന്നെ ഈ ഒരു ഉണർവിന്റെ ഭാഗമാണല്ലോ. അപ്പൊ നിങ്ങൾക്കും അതാണ്, എല്ലാവർക്കും അതൊരു പോസിറ്റീവ് ബിസിനസ് ആണ് തീർച്ചയായിട്ടും. ഇപ്പൊ സാറ് പറഞ്ഞപ്പോ ഒത്തിരി പേര് വന്ന് അന്വേഷിച്ചിരുന്നു ടിക്കറ്റിന്റെ കാര്യം എന്നൊക്കെ. അപ്പോ ഇങ്ങനെ ഒത്തിരി അറിയാവുന്ന ആൾക്കാർ അന്വേഷിക്കുമ്പോൾ ചിലപ്പോൾ ടിക്കറ്റ് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം വന്നിട്ടുണ്ടാവും. റിലീസ് ചെയ്യണേ ഒരു 3 ദിവസം മുന്നേ തൊട്ട് തുടങ്ങിയിട്ടുണ്ട്. അത് പിന്നെ നമുക്ക് നിവർത്തിയില്ല, ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് എന്താ പറയാ, ഒരു ഷോ മുഴുവൻ കൊടുത്തിട്ടും ഫാൻസുകാരൻ ഇപ്പോഴും അരമണിക്കൂർ മുന്നേ വിളിച്ചു, സുനേട്ടാ ഞാൻ നിവർത്തിയില്ല മോനെ, അടുത്ത ഷോ കൂടി ഞങ്ങൾക്ക് തരുമോ? അത് ഭയങ്കര അടിയാണ് ഞങ്ങൾ തമ്മിൽ. അവര് പറഞ്ഞു ഫസ്റ്റ് ഷോ മാത്രം പോലെ ഞങ്ങൾക്ക് അടുത്തതും കൂടി വേണം. അപ്പൊ ഞാൻ പറഞ്ഞാൽ അത് നടക്കില്ല, പബ്ലിക്കിനെ നമുക്ക് എന്തായാലും കൺസിഡർ ചെയ്യാണ്ട് പറ്റില്ല. അപ്പൊ പബ്ലിക്കിനുള്ള ഷോ ആണ്, അത് തരില്ല. അപ്പൊ അവര് ആ ഷോ കൂടി ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ എന്നുള്ളൊരു ബേസിൽ വിഷമമായിട്ട് നിൽക്കുന്നു. കാരണം അവരുടെ അവസ്ഥ അതാണ്. അവരെ ധാരാളം ആളുകൾ വിളിക്കുന്നുണ്ട്.
എന്നെ വിളിക്കുന്നുണ്ട്. എന്നെ വിളിക്കാന്ന് പറയുമ്പോൾ എൻ്റെ സുഹൃത്തുക്കളും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ആളുകളും ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളവർ എല്ലാവരും നമ്മളെ ടിക്കറ്റിന് വിളിക്കുന്നുണ്ട്. പരമാവധി നമ്മൾ എന്താ പറയാ മാറ്റി വെച്ചിരുന്നില്ല സത്യത്തിൽ. കാരണം ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചില്ല ഞാനും. അതാണ് സത്യം. ഒരു നല്ല പടമാവും, ലൂസിഫറിന്റെ പോലുള്ള ഒരു പടമാണെന്നാണ് വിചാരിച്ചത്. അപ്പൊ ആ ഒരു ബേസിൽ നോക്കുമ്പോൾ 1 ദിവസത്തെ 2 ദിവസത്തേക്ക് ടിക്കറ്റാണ് സ്വാഭാവികമായിട്ട് പോവുക. അപ്പൊ അത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ബ്ലോക്ക് ചെയ്യാലോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. സംഭവം മൊത്തം പോയി. ഇപ്പൊ കൊടുക്കാൻ ടിക്കറ്റ് ഇല്ല. അതിന്റെ വിഷമം നല്ല ടെൻഷനാണ്. അപ്പൊ സാറിന് പിന്നോട്ട് നോക്കുമ്പോൾ ഇതുപോലത്തെ സാഹചര്യങ്ങൾ, അതായത് ടിക്കറ്റ് ഇങ്ങനെ കൊടുക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഒത്തിരി വന്ന്, ഇതുപോലെ ഈ ഒരു സാഹചര്യം മുമ്പ് ഏത് മൂവിയായിരുന്നു ഈ രീതിയിലുള്ള ഒരു സാഹചര്യം ഒരു മൂവിക്ക് മുമ്പ് വന്നിട്ടില്ല. ലൂസിഫറിനെ പോലും ഇത്ര ടൈറ്റ് വന്നിട്ടില്ല. ഇവിടെ എന്റെ അറിവിൽ ലൂസിഫർ ആണ് ഇതിന് മുന്നേ വന്ന നല്ലൊരു ക്രൗഡ് പുള്ളിങ് പടം. അതിന് പോലും ഇത്ര ടൈറ്റ് വന്നിട്ടില്ല. ഇല്ല, വേറെ മൂവിക്കൊന്നും വന്നിട്ടില്ല. ഇല്ല. അടുത്ത കാലത്തൊന്നും ഒരു മൂവിക്ക് എന്റെ ഓർമ്മയിൽ വന്നിട്ടില്ല. അതുപോലെ തന്നെ രാഗം തിയേറ്ററിൽ ഈ ലാലേട്ടനെ തന്നെ റീ റിലീസ് മൂവീസ് ഒക്കെ വരുമ്പോഴും അത്യാവശ്യം നല്ല റെസ്പോൺസ് തന്നെയാണ്. തീർച്ചയായിട്ടും. ലൂസിഫറിന് എങ്ങനെയായിരുന്നു ഇവിടെ? ലൂസിഫറിന് നല്ല ക്രൗഡായിരുന്നു, നല്ല കളക്ഷൻ കിട്ടിയിരുന്നു. നമ്മുടെ തിയേറ്റർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയിട്ടുള്ള പടം ലൂസിഫർ ആയിരുന്നു. അപ്പൊ ഞാൻ ആ ഒരു ഇതാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ ഇപ്പോ നമ്മുടെ കയ്യിൽ നിൽക്കുന്നില്ല. കാരണം രാഗം തിയേറ്റർ ഞാൻ ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ ഒരു 7-8 വർഷമായിട്ട് ഇതുവരെ പുലർച്ചെ 4 മണിക്ക് ഒരു ഷോ വെക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടുമില്ല. ഇനി അഥവാ വെച്ചാൽ ഒരു ദിവസം എങ്ങാനും വേണമെങ്കിൽ വെക്കാന്നുള്ള സിറ്റുവേഷൻ. ഇതിപ്പോ 3 ദിവസം വെച്ചിട്ടും ഒന്നുമല്ല. അപ്പൊ എനിക്കൊക്കെ സ്റ്റാഫിനൊക്കെ ഇന്നിപ്പോ ഇന്റർവ്യൂ വെച്ചിരിക്കുകയാണ്. സ്റ്റാഫിനെ ഷിഫ്റ്റ് ആക്കണം. 24 hour വർക്ക് ചെയ്യാൻ ഒരിക്കലും സാധിക്കില്ലല്ലോ. അപ്പൊ നമ്മൾ 2 ഷിഫ്റ്റോ 3 ഷിഫ്റ്റോ ആക്കാൻ വേണ്ടി സ്റ്റാഫ് അപ്പൊ നമുക്ക് ഇവിടെ എണ്ണം തികയുന്നില്ല. 40-50 സ്റ്റാഫ് ഉണ്ട്. പക്ഷെ എങ്കിലും തികയുന്നില്ല. അപ്പൊ വീണ്ടും സ്റ്റാഫിന് ഞാൻ ഇന്ന് ഇന്റർവ്യൂ വെച്ചിരിക്കുകയാണ്. നിങ്ങൾ പോയി കഴിഞ്ഞാൽ സ്റ്റാഫിന്റെ ഇന്റർവ്യൂ ആണ് സ്റ്റാർട്ട് ചെയ്യുക. സാർ ഇപ്പൊ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒത്തിരി പടങ്ങൾ ഇപ്പൊ ഈ അടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും വിചാരിച്ചത്ര കളക്ഷൻ അങ്ങനെ നേടിയിട്ടില്ല. പലതും പരാജയപ്പെട്ടു പോയ സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഇങ്ങനൊരു സാഹചര്യത്തില് ഒരു പ്രൊഡ്യൂസറാണ്, തിയേറ്റർ ഓണറാണ്. അപ്പൊ സാറിന് എങ്ങനെയാണ് സാർ അതിനെ നോക്കി കാണുന്നത്? സാറിന് എന്താണ് അതിൽ പറയാനുള്ളത്? പരാജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം ചിത്രങ്ങൾ ഇപ്പോൾ പരാജയപ്പെടുന്നുണ്ട്. അതിന് ഒരു കാരണം മാത്രമല്ല. പണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ഒരു പ്രൊഡ്യൂസർ അടുത്ത് വരുന്നു. പ്രൊഡ്യൂസറും സ്ക്രിപ്റ്റ് റൈറ്ററും കൂടി ഇരുന്ന് ചർച്ച ചെയ്ത് ഒരു ഡയറക്ടറെ ഫിക്സ് ചെയ്യുന്നു. ഡയറക്ടറെ ഫിക്സ് ചെയ്തതിന് ശേഷം ഈ 3 പേരും കൂടിയിട്ടാണ് അതിന് വേണ്ട ആർട്ടിസ്റ്റ് ആരാണെന്നുള്ളത് സെലക്ട് ചെയ്ത് ആ കഥാപാത്രത്തിന് അനുയോജ്യമായ ആർട്ടിസ്റ്റിന് നമ്മൾ ഡേറ്റ് എടുത്ത് ഷൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിൽ വേറെ കാര്യമായിട്ടുള്ള ഇൻവോൾവ്മെന്റും പ്രശ്നങ്ങളൊന്നും വരാറില്ല. ഇപ്പോഴത്തെ ഒരു സാഹചര്യം അങ്ങനെയല്ല. ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആകെ നമുക്കുള്ള ആർട്ടിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ വിരലിലെണ്ണാവുന്ന കുറച്ച് ആർട്ടിസ്റ്റുകളെ മലയാളത്തിലുള്ളൂ. അപ്പൊ അവരുടെ അടുത്ത് വരുന്ന പ്രൊഡ്യൂസേഴ്സിന്റെ എണ്ണം ഭയങ്കരമായിട്ട് കൂടുകയാണ്. അപ്പൊ അവർക്കും നല്ല കഥകൾ ചൂസ് ചെയ്യാനും മറ്റുള്ള രീതിയിൽ ഇതിനെ കറക്റ്റ് ചെയ്യാനും ഒന്നും പറ്റുന്നില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞു. അപ്പൊ അവരത് ചൂസ് ചെയ്യാനും മറ്റുള്ളതിനും അവരുടേതായിട്ടുള്ള വേറെ ടീമുകളെയും മറ്റുള്ളവരെ ഏൽപ്പിക്കുകയാണ്. അപ്പൊ ആ ഏൽപ്പിക്കുന്നവരുടെ ടെൻഷനും, അതായത് ഒരു ദിവസം കഥ കേൾക്കുക എന്ന് പറയുമ്പോൾ ഞാനിവിടെ കൊറോണ സമയത്ത് ഞാനിപ്പോൾ ഒരു പ്രൊജക്ട് എടുത്ത് ഫിക്സ് ചെയ്തപ്പോൾ ഏകദേശം ഒരു 500 മുതൽ 1000-നുള്ളിൽ കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഇരുന്നിട്ട് ഒരു ദിവസം 2-3 കൊറോണ സമയമാണ്. ആ സമയത്ത് വലിയ തിരക്കൊന്നുമില്ല. ഇരുന്ന് കേട്ടിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ക്ഷമയോടുകൂടി നമ്മൾ ഇരുന്നിട്ട് ഒരു കഥ കേട്ട് നമ്മൾ സെലക്ട് ചെയ്യും. ഇപ്പൊ ഇവിടെ ഇരുന്നിട്ട് ഞാൻ സെലക്ട് ചെയ്ത കഥയാണ് തലവൻ എന്ന് പറയുന്ന സിനിമ. അത് ഞാനാണ് അതിന്റെ പ്രൊജക്ട് കോർഡിനേറ്റർ. ആസിഫ് അലിയും ജിസ് ജോയും ഒക്കെ കൂടിയിട്ടൊരു പടം. ഇത്രയും കഥ കേട്ടിട്ടാണ് ഞാനൊരു കഥ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പടം നമുക്ക് ഓക്കെയാണ്. ഇത് ഇത്രയും വർക്ക് ചെയ്യാനായിട്ട് മറ്റുള്ള ടീമുകൾ തയ്യാറാണ് സെലക്ട് ചെയ്യാനായിട്ട്. നമ്മൾ അത്രയും നല്ലത് സെലക്ട് ചെയ്യണം. അപ്പൊ അവരുടെ തിരക്ക് കാരണം ഇപ്പൊ എന്തെങ്കിലുമൊക്കെ കേട്ടു, അല്ലെങ്കിൽ കുറച്ച് ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ബന്ധങ്ങളുടെ പുറത്തൊക്കെ വരുന്ന പ്രൊജക്ടുകൾ എടുക്കുക, അതാ നന്നാവും. ആ ഒരു ബേസിൽ എടുക്കുക. ഇങ്ങനെയൊക്കെയുള്ള കുറെ വിട്ടുവീഴ്ച മനോഭാവങ്ങളാണ് ഇപ്പൊ കൂടുതലും ഇൻഡസ്ട്രിയിൽ മോശമാക്കുന്നത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. തീർച്ചയായിട്ടും സാർ ഇപ്പൊ നമ്മൾ ഇത്ര നേരം ഇപ്പോ ലാലേട്ടനെ പറ്റിയാ പറഞ്ഞത്. അപ്പൊ പൃഥ്വിരാജ് ആണെന്നതിന് ഡയറക്ടർ, മുരളീഗോപി ആണെന്നതിന് സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോ എന്താണ് അതിന് പറയാനുള്ളത്? ഇതിലിപ്പോ ഏതാണ് പൃഥ്വിരാജിനെയാണോ പറയുന്നത് മുരളീഗോപിനെ? രണ്ടും നല്ല അവരുടെ ഫീൽഡില് നല്ല ടാലന്റഡ് ആയിട്ടുള്ള 2 പേഴ്സണാണ്. സ്ക്രിപ്റ്റ് എഴുതുക എന്ന് പറയുമ്പോൾ മുരളീഗോപി ഏറ്റവും സൂപ്പറാണ്. ഡയറക്ഷനിലും പൃഥ്വിരാജ് വളരെ സൂപ്പറാണ്.
ഇനിയിപ്പോ ഇതിൽ ഏതാണ് ക്വാളിറ്റി കുറഞ്ഞത് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്ന എനിക്ക് തോന്നുന്നില്ല. സാറിനിപ്പോ പൃഥ്വിരാജ് ഡയറക്ടറായിട്ടാണോ ഇഷ്ടം, ആക്ടറായിട്ടാണോ ഇഷ്ടം? എനിക്ക് പൃഥ്വിരാജ് ആക്ടറായിട്ടാണോ ഡയറക്ടറായിട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കഥാപാത്രം അനുസരിച്ചിരിക്കും. ചില കഥാപാത്രങ്ങൾ പൃഥ്വിരാജ് വളരെ മനോഹരമായിട്ട് ചെയ്യാറുണ്ട്, ചില ആക്ഷനുകളും ചില ഇതുകളൊക്കെ. എന്നാൽ എല്ലാ പൃഥ്വിരാജിന്റെ കഥാപാത്ര സിനിമകളും എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ പൃഥ്വിരാജ് ഡയറക്ട് ചെയ്ത സിനിമകളെല്ലാം എൻ്റെ അറിവിൽ ഒന്നിനൊന്ന് മെച്ചമാണ്. അപ്പൊ കുറച്ചും കൂടി പൃഥ്വിരാജിനെ എനിക്ക് തോന്നുന്നു ആക്ടർ എന്നുള്ളതിലുപരി ഒരു ഡയറക്ടർ എന്നുള്ളതിലാണ് എനിക്ക് കൂടുതൽ താല്പര്യം. പിന്നെ സാർ ഇപ്പോ പുഷ്പ ഇറങ്ങിയ സമയത്ത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ തിരക്ക് കാരണം ഒത്തിരി പേർക്ക് ഇഞ്ചുറി പറ്റും. ഒത്തിരി ഇവിടെ അല്ല, നമ്മുടെ നാട്ടിലല്ല, ഹൈദരാബാദില്. അപ്പോ പറ്റി മരണപ്പെട്ടു പോവുക ചെയ്തു. അപ്പൊ അതിനേക്കാളധികം തിരക്കാണ് ഇനിയിപ്പോ വരാൻ പോകുന്നത്. ഇപ്പൊ നമ്മൾ ഇവിടെ തന്നെ ഗേറ്റ് തുറന്നുമ്പോ ഒത്തിരി ആൾക്കാർ ഓടി വരുന്നിടയ്ക്ക് വീഴുന്നൊക്കെ കണ്ടു. അപ്പൊ അങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മുൻകരുതലുകളാണ് ഇവിടെ തിയേറ്ററിന്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ മുൻകരുതലുകളാണ് എടുക്കുന്നത്? തനിക്ക് എന്തെങ്കിലും മുൻകരുതൽ സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് ഓൺലൈനിൽ ഇടാം ടിക്കറ്റ്. ഈ ഓൺലൈനിൽ ടിക്കറ്റ് ഇടുമ്പോൾ ആ ഓൺലൈനിൽ ആ ടൈമില് ഭയങ്കര തിരക്ക് കൂടുന്നു എന്നുള്ളതിന്റെ ബേസിന്റെ പുറത്താണ് ആളുകൾ നേരിട്ട് വന്നിട്ട് എടുക്കാൻ തയ്യാറാവുന്നത്. അപ്പോൾ അത് ഹൈ പടങ്ങൾ വരുമ്പോൾ നമ്മൾ മുൻകൂട്ടി ഗേറ്റ് തുറന്ന ആളുകളെ ഉള്ളിലേക്ക് കയറ്റിയാല് ഇവരവിടെ നിന്നാൽ ഇവർക്ക് ക്ഷമയുണ്ടാവില്ല. ഇപ്പൊ കമ്പനി നമ്മളോട് പറയണം 9 മണിക്ക് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ആളുകൾ കയറി നിന്ന് കഴിഞ്ഞാൽ ഒരു 8 മണിക്ക് കയറ്റി നിർത്തിയാൽ അല്ലെങ്കിൽ 7 മണിക്ക് കയറ്റി നിർത്തിയാൽ അപ്പൊ തൊട്ട് ആളുകൾ കൊടുത്തുടങ്ങുക എന്ന് പറഞ്ഞ് അവിടെ കൗണ്ടറിൽ നിൽക്കണവരോട്, കാരണം അവരുടെ ആവേശം നമുക്കൊന്നും ചെയ്യാൻ പറ്റും. ഏത് രീതിയിൽ അവരത് കാണിക്കും. പിന്നെ നമുക്ക് ചെറിയ വേയിലൂടെ തുറന്നു വിടാന്ന് പറയുമ്പോൾ അപ്പോഴും റഷ് കൂടും. ഇതിനേക്കാളും വലിയ ഗേറ്റ് നമുക്ക് ചെയ്യാനും പറ്റില്ല. പിന്നെ എന്തെങ്കിലും അടുത്ത പ്രാവശ്യം നോക്കണം എന്നുള്ളൊരു അഭിപ്രായം എനിക്കും ഉണ്ട്. കാരണം ഇതൊരു വൈറലായി എങ്കിലും അതൊരു നല്ല വൈറലാവണമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എൻ്റെ സ്ഥാപനത്തിനെ സംബന്ധിച്ച് എനിക്ക് ആ റിസ്ക് എനിക്ക് ഇഷ്ടമല്ല ആസ് എ ഓണർ. കാരണം എനിക്കിവിടെ വരുന്ന എല്ലാവരും എൻ്റെ കസ്റ്റമേഴ്സാണ്, എൻ്റെ ഗസ്റ്റാണ്. അവർ കംഫർട്ടായിട്ട് നിൽക്കണം. പക്ഷേ സാഹചര്യങ്ങൾ വരുമ്പോൾ ഇങ്ങനെയും വരുന്നു. അത് നമുക്ക് എങ്ങനെ കവർ ചെയ്യാൻ പറ്റും? അത് ഞാൻ ചോദിച്ചാൽ എന്തെങ്കിലും സജഷൻ ഉണ്ടോ എന്ന് ചോദിച്ചതാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യും തീർച്ചയായിട്ടും. പിന്നെ സാറിന്റെ ഫാമിലിയിൽ എങ്ങനെയാണ് ഈ എമ്പുരാനെ അവര്? എൻ്റെ വൈഫ് ഇവിടെയാണ്, ഇപ്പൊ തിയേറ്ററിലാണ്. ഇവിടെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഞങ്ങൾ ഒന്നിച്ചാണ് എല്ലാ കാര്യങ്ങളും എല്ലാ ബിസിനസ്സും ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇപ്പൊ സ്റ്റാഫിനെ കോർഡിനേറ്റ് ചെയ്യുന്നതും ഇതിൻ്റെ ഉള്ളിലുള്ള എല്ലാ വർഷങ്ങളായിട്ട് വൈഫാണ് ചെയ്യുന്നത്. തീർച്ചയായും. അപ്പോൾ സാർ ഇത്രയും നേരം സാറിന് വിലപ്പെട്ട സമയം ഞങ്ങൾ ബലേസ മാഗസീന് വേണ്ടി മാറ്റിവെച്ചതിന് ഒത്തിരി നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഈ നല്ല മൂവീസ് വരട്ടെ, ഒത്തിരി വിജയങ്ങൾ ഉണ്ടാവട്ടെ, എല്ലാം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.